ഡോക്ടർ എം വി നടേശൻ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ പ്രതിഷേധങ്ങളിലൂടെ, അവകാശ സമര പോരാട്ടങ്ങളിലൂടെ സജീവമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇടതിൻ്റേത് എന്ന എല്ലാവർക്കും അറിയാം. അവരുടെ അവകാശവാദവും അതാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിനെതിരെ, ഒരു മന്ത്രിക്കെതിരെ യുവാക്കൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെ അവരുടെ സംഘടനയിലെ യുവജന സംഘടനകളുടെ നേതാക്കളെ കൊണ്ട്, SFIക്കാരെ കൊണ്ട്, DYFIക്കാരെ കൊണ്ട്, CPM നേതാക്കൾ തന്നെ മുന്നിൽ നിന്ന് നഗരസഭയിലെ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് കാണുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ തലസ്ഥാനത്തടക്കം CPM, DYFI, SFI ഗുണ്ടാരാജു. നമസ്കാരം. കേരളം വീണ്ടും ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പോലീസും അതുപോലെ തന്നെ CPM നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. എപ്പോഴൊക്കെയാണോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നത് ആ സമയത്തെല്ലാം ഒന്നുകിൽ CIT ഇറക്കും, അതല്ലെങ്കിൽ DYFI ഇറക്കും, അതല്ലെങ്കിൽ SFI ഇറക്കും. അതല്ല എങ്കിൽ ആരെങ്കിലും കൊല്ലുകയെങ്കിലും ചെയ്യും. ഇതിലൂടെ അവര് കാണുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ്. ഇതിന്റെ ഫലമായി സംഭവിച്ചത് കേരളത്തില് ഇന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഭയമാകുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടുന്ന് രക്ഷ നേടുകയാണ്. ഇതിന് ഉത്തരവാദി ഈ പറഞ്ഞ ഒരൊറ്റ പ്രസ്ഥാനത്തിനുള്ളതാണ്. എന്തും മഹത്വം പറഞ്ഞാലും കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെ ഈ നിലയിലേക്ക് മാറ്റി, അതായത് സ്വാതന്ത്ര്യമില്ല എന്നത്, ഒരു തൊഴിലിടത്ത് CIT അല്ലാത്ത ഒരു ടീം ചെന്ന് കഴിഞ്ഞാൽ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. കലാലയങ്ങൾ ഇതുപോലെ തന്നെയാണ്. 24 മണിക്കൂറും അവിടെ തമ്പടിച്ചിരിക്കുന്നതായ വിദ്യാർത്ഥികളല്ല ശരിക്കും യഥാർത്ഥത്തിൽ. വിദ്യാർത്ഥികളല്ല, അവരെല്ലാം തന്നെ ഗുണ്ടകളാണ്. ആ തരത്തിൽ മറ്റൊരു ആശയത്തെ ഒരു തരത്തിലും സ്വീകരിക്കാത്ത ഒരു സമീപനം കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതേ ആളുകൾ എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ DYFIക്കാരന്റെ ആവശ്യമല്ല, SFIക്കാരന്റെ ആവശ്യമല്ല. പക്ഷെ ഇവിടെ കേരളത്തിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അത് നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ള ആ അവസരത്തെ, അവകാശത്തെ ഇല്ലാതാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച പോലെ ബഹളങ്ങളൊക്കെ നടന്നു. പക്ഷെ ഓർക്കേണ്ടത്, ഈ കേരളം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഇവരെല്ലാവരും മറക്കുന്നു. ഭാരതത്തിന്റെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം അത് അനുഭവിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന കാര്യം ഇവർ മറക്കുന്നു. ഇവരിപ്പോ ഇറങ്ങി പുറപ്പെട്ടിരിക്കണേ എന്താ വെച്ചാൽ രാഷ്ട്രപതിക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ ഗവർണർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പാഠ്യപദ്ധതി റെഡിയാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. മര്യാദക്കൊരു 4 വാക്യം പോലും പറയാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുമാണ് ഈ വേഷം കെട്ട് പറയുന്നത്. ഒരിക്കലും ആ തരത്തിലുള്ള സമീപനം കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തെ പ്രതിനിധീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ അന്താരാഷ്ട്ര വേദിയിൽ വന്ന് നമ്മുടെ പല നേതാക്കന്മാരും കിടന്ന് കാണിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതല്ല കേരളത്തിന്റെ പാരമ്പര്യം. കേരളം എല്ലാ തരത്തിലും മുന്നേറണമെങ്കിൽ വിദ്യാഭ്യാസ രംഗം തന്നെ മെച്ചപ്പെടേണ്ടതുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ രംഗങ്ങളും അതുപോലെ കലാലയങ്ങളും മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിലേക്ക്, പ്രത്യേകിച്ച് സർക്കാരിന്റെ കോളേജിലേക്ക്, മാനേജ്മെന്റ് കോളേജിലേക്ക് ചെന്നാൽ അപ്പൊ അറിയാം, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വരകളും കൊടികളും രീതികളുമാണ് അവിടെയുള്ളത്. ഈ സ്ഥലത്തേക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിർഭയമായി പോകാൻ സാധിക്കും എന്നത് ഇവിടുത്തെ ഓരോ പൗരനും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇതിന് മറുപടി പറയാതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഗവർണർ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഭാരതമാതാവ് എന്നുള്ളതും ബോലോ ഭാരത് മാതാ കി ജയ് എന്നുള്ളതെല്ലാം ഇത് RSSകാര് ഉണ്ടാക്കിയതല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയും മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയും ടാഗോറും അരവിന്ദ ഘോഷും അടക്കമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്
വന്ദേ മാതരം എന്ന് വിളിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മലയാളി, ഏതെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ ആരും കേൾക്കാതിരിക്കില്ല. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കേട്ടിട്ടുണ്ട് കാണും. അത് എങ്ങനെയുള്ളവർക്കാണ് അഭിമാനമാകുന്നത്? എന്റെ നാടാണ്, എന്റെ സംസ്കാരമാണ്, എന്റെ ഭാഷയാണ് എന്ന ബോധമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ബോധം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ DNA-യില് ദേശീയ ബോധമോ ഇവിടുത്തെ സംസ്കാരത്തോടോ ഭാഷയോടോ ഒരു തരത്തിലും അവർക്ക് സ്നേഹമില്ല എന്നത് പലവരും അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തതാണ്. ഇവിടുത്തെ വേദത്തെയും പുരാണത്തെയും ഭാഷയെയും സംസ്കാരത്തെയും കലയെയും അതിനെല്ലാം വെറുപ്പോടെ കാണുന്ന ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ടോ ഏതെല്ലാം രാജ്യത്തെ നശിപ്പിച്ച ബിംബങ്ങളാണോ, കഞ്ചാവിനും മയക്കുമരുന്നിനും പ്രതീകമായിട്ടുള്ള ചില വ്യക്തികളെ, അവരാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ പ്രതീകമായിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടത്തെ പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം നന്നാവണമെങ്കിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കണം. അവരായുധം താഴെ വെക്കണം. ഇവിടുത്തെ പല കലാലയങ്ങളും അത് അവരുടെ ഓഫീസായിട്ടുള്ളത് അതെല്ലാം അവരുടെ Yes, എന്താ പറയുക ആയുധപ്പുരകളാണ്.